കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് സമരക്കാർ തീയിട്ടു. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് പോലീസ് ലാത്തിചാർജ് ഉണ്ടായി. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നിഖിൽ, വളരെ കാലമായി കട്ടിപ്പാറയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഫാക്ടറിക്ക് സമരക്കാർ തീയിടുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. നിലവിലെ അവസ്ഥ എന്താണ്? പ്രവിത, ഇന്ന് രാവിലെ മുതൽ അവിടെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. 2019 പ്രവർത്തനം ആരംഭിച്ച ഈ ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന ദുർഗന്ധത്തിനും പുഴ മലിനീകരണത്തിനുമെതിരെയാണ് ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ന് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിക്കാനാണ് നാട്ടുകാർ തീരുമാനിച്ചത്. ഫാക്ടറിയിലേക്കുള്ള റോഡിന് സമീപം സമരക്കാരും നേരിടാൻ പോലീസും ഇവിടെ സജ്ജരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെയേറെ നേരം ഈ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ, പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഈ നാട്ടുകാർ അതിന് തയ്യാറായില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസുമായി നേരിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു. ഇതിനു പിന്നാലെയാണ് നാട്ടുകാർ പ്രകോപിതരായതും പോലീസിന് നേരെ അവർ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായതും. താമരശ്ശേരി CI സായൂജ് അടക്കമുള്ള ആളുകൾക്ക് ഈ കല്ലേറിൽ, അതായത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ കല്ലേറിൽ ആദ്യഘട്ടത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് നിരവധി തവണ പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു, ലാത്തിചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ കോഴിക്കോട് റൂറൽ SP അടക്കം നിരവധി പോലീസുകാർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ശക്തമായതോടുകൂടി പ്രതിഷേധക്കാരും, അതായത് നാട്ടുകാരായിട്ടുള്ള ആളുകളും അവരുടെ പ്രതിഷേധം കടുപ്പിക്കുകയും ഈ ഫ്രഷ് കട്ട് ഫാക്ടറിയുടെ ഒരു ഭാഗത്ത് നാട്ടുകാർ തീയിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ അവിടെ ഈ സമരക്കാരെ അനുനയിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പരിക്കേറ്റ പരമാവധി ആളുകളെ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ അവിടെ നിന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ സംഘർഷം നാട്ടുകാരുടെ ഒരു ജനകീയ കൂട്ടായ്മയുടെ സംഘർഷമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അടക്കി നിർത്താൻ പോലീസിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ പോലീസ് പോലും ഇത്ര വലിയൊരു പ്രതിഷേധമായിരിക്കും താമരശ്ശേരിയിൽ നടക്കുക എന്ന് കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് മതിയായ പോലീസ് സേന ഇവിടേക്ക് വിന്യസിക്കാൻ കഴിയാതിരുന്നതും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കോഴിക്കോട് റൂറൽ SP അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. കല്ലേറിലാണ് പരിക്കേറ്റത്. അതായത് പോലീസ് ഒരു ഭാഗത്ത് നിന്ന് ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് നാട്ടുകാർ തിരിച്ച് കല്ലെറിയുകയായിരുന്നു പോലീസിന് നേരെ. അങ്ങനെയാണ് കോഴിക്കോട് റൂറൽ SP അടക്കമുള്ള ആളുകൾക്ക് ഈ കല്ലേറിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും പരിപൂർണമായി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പോലീസ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് സാധ്യമായിട്ടില്ല. ഈ കമ്പനിയുടെ പ്രവർത്തനം പരിപൂർണമായി അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ പ്രതിഷേധം തങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. എന്തായാലും ആ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. നാട്ടുകാർക്കും പോലീസിനും ഒരുപോലെ പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രവിത, നിലവിൽ അവിടെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് പോലീസുകാർക്ക് കൂടി പരിക്കേറ്റ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുമല്ലോ. ഇതിലേക്കൊക്കെ ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ടോ? അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇത് ആരൊക്കെയാണ് പ്രതിഷേധം നടത്തിയത്, ആരൊക്കെയാണ് പോലീസിനെതിരെ കല്ലേറ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. പ്രാഥമികമായി ഈ സമരത്തെ ഒതുക്കുക, അതായത് സമരം ചെയ്യുന്ന ആളുകൾ, പ്രതിഷേധം നയിക്കുന്ന ആളുകൾ അതിൽ നിന്ന് നീക്കുക. പ്രത്യേകിച്ച് ഈ ഫാക്ടറിക്ക് കൂടി തീയിട്ട സാഹചര്യത്തിലാണ് പോലീസ് കൂടുതൽ ജാഗരൂകരായിക്കൊണ്ട് മുഴുവൻ പേരെയും ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഗ്രനേഡ് അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിന് വഴങ്ങാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഈ പ്രശ്നം അനുനയിപ്പിക്കാൻ വേണ്ടി, ആളുകളുമായി സംസാരിച്ച് തീർക്കാൻ വേണ്ടി എത്തിച്ചേർന്ന റൂറൽ SP അടക്കമുള്ള ആളുകൾക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ നാട്ടുകാരെയും പോലീസിനെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും നാട്ടുകാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്ടറിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങൾ പ്രതിഷേധവും നിർത്തൂ എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.